അബ്സ്ട്രാക്റ്റ് ആൽജിബ്രയുടെ മൊഡ്യൂൾ 2ൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ബൈനറി ഓപ്പറേഷൻ, എന്തായിരുന്നു, ഒരു സെറ്റിലെ 2 എലമെൻറ്റ്സ് എടുത്തിട്ട് സ്റ്റാർ എന്നൊരു ഓപ്പറേഷന് വിധേയമാക്കി കിട്ടുന്ന പ്രൊഡക്റ്റ് ആ സെറ്റിലുണ്ടെങ്കിൽ ആ സ്റ്റാറിന് നമ്മൾ എന്ത് പറയും, ബൈനറി ഓപ്പറേഷൻ. പിന്നെ എന്താണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, അതായത് ഒരു സെറ്റിലെ 2 എലമെൻറ്റ്സ് എടുത്ത് നമ്മൾ ഒരിപ്പം സ്റ്റാർ എന്നൊരു ഓപ്പറേഷൻ ചെയ്ത് അതിനകത്ത് ഒരു ക്ലോഷർ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞത്, പിന്നെ അതിനകത്ത് അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് വേണം. ഓക്കെ, ഇനി എന്താണ് അബീലിയൻ ഗ്രൂപ്പ്? 2 എലമെൻറ്റ്സ് എടുത്താൽ അവർ കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താവും, അബീലിയൻ ഗ്രൂപ്പ് ആവും. ഇത് അറിയാത്തവർ നമ്മുടെ പഴയ വീഡിയോ കാണാം. ഇന്ന് നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്, ഈ ഗ്രൂപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, സെറ്റ് G = ഈ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഇൻറ്റീജേഴ്സിനെ, കുറേ ഇൻറ്റീജേഴ്സിനെ ഒരു ഫിക്സഡ് നമ്പറായ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എലമെൻറ്റ്സാണ് ഇതിനകത്തുള്ളത്. ഈ G എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ് അണ്ടർ അഡിഷൻ. നമ്മൾ ആൽജിബ്രൈക് സ്ട്രക്ചർ എഴുതുന്നത് ഈ G ഒരു അബീലിയൻ ഗ്രൂപ്പാണ് അണ്ടർ അഡിഷൻ എന്ന ഓപ്പറേഷനിലാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് ആണെങ്കിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ആദ്യം നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? നമുക്കെങ്ങനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതാണ്, എയും ബി എന്ന് പറഞ്ഞ 2 എലമെൻറ്റ്സ് ഞാൻ ജിയിലുള്ള ആൾക്കാരെ എടുത്തു. ഈ എൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? സം മൾട്ടിപ്പിൾ ഓഫ് എം ആയിരിക്കും അല്ലേ? ഞാൻ RM എന്ന് കൊടുത്തു. ബിയുടെ പ്രോപ്പർട്ടി എന്തായിരിക്കും? സം മൾട്ടിപ്പിൾ ഓഫ് എം ആയിരിക്കും, SM ആയി. R ആൻഡ് S എന്താണ്? ഇൻറ്റിജേഴ്സാണ്. R ആൻഡ് S എലമെൻറ്റ് ഓഫ് Z. ഇനി ഞാനിത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇത് അഡീഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഈ ജിയിൽ തന്നെയാണ് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ ക്ലോഷർ പ്രോപ്പർട്ടി ആയല്ലോ. A + B = RM + SM. നമുക്ക് എമ്മിനെ കോമൺ ആയി പുറത്തെടുത്തൂടെ? R + SM. ഇതെന്താണ്? R + M ഒരു ഇൻറ്റിജറാണ്, M ഒരു ഫിക്സഡ് നമ്പറാണ്. അപ്പം ഇതും സം മൾട്ടിപ്പിൾ ഓഫ് എം ആയില്ലേ? എയും ബിയും സം മൾട്ടിപ്പിൾ ഓഫ് എം തന്നെയല്ലേ? അപ്പം ഇത് മാപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ഇതിൻ്റെ കിട്ടിയ ആൻസർ ജിയിലേക്ക് തന്നെയല്ലേ? അപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടിയായ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ അസോസിയേറ്റിവിറ്റിയാണ്. നമുക്കറിയാം 2 ഇൻറ്റിജേഴ്സ് ഓക്കെ എന്തായാലും അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് A + B + C = എന്തായിരിക്കും? A + B + C ആയിരിക്കും. അസോസിയേറ്റിവിറ്റി ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ റെഡിയാണ്. ഇനി മൂന്നാമത്തത്, ഇതിനകത്തൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടോ നോക്കാം. നമ്മുടെ ഈ ജിയിൽ ഉണ്ടല്ലോ. ഇതിന് അഡീഷണൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതാടാ? 0 ആണല്ലേ? ഏതൊരു നമ്പറിനോടും 0 കൂട്ടിയാൽ അത് കിട്ടും. അപ്പം A + 0 = 0 + A A തന്നെയല്ലേ? ഓക്കെ, അതുകൊണ്ട് 0 ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഗ്രൂപ്പാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇൻവേഴ്സ് ഉണ്ടോ നോക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് A ജിയിലുള്ള ഒരാളാണ്. A = സം RM അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് എം ആയിരിക്കുമല്ലോ. എൻ്റെ ഇൻവേഴ്സ് എന്താണ് ശരിക്കും അഡീഷൻ്റെ കേസിൽ? -A അല്ലേ? കാരണം 2നോട് -2 കൂട്ടിയാലല്ലേ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 0 നമുക്ക് കിട്ടുക. അപ്പം എയുടെ ഇൻവേഴ്സ് -A ആയിരിക്കും. അപ്പം -A എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലായിരിക്കും? -RM ഫോമിലായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ -R × M എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. ഇത് ഏതിൽ വരുന്ന ആളാണ്? ജിയിൽ വരുന്ന ആളാണ്. കാരണം എന്താ? എമ്മിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇനി നമുക്ക് രണ്ടും കൂടി കൂട്ടി വെക്കാം. A + A ഇൻവേഴ്സ് = RM + -RM M × R - R. M കോമൺ ആയി പുറത്തെടുക്കും. R - R എന്താടാ? 0 അല്ലേ? M × 0 = 0. A + A ഇൻവേഴ്സ് എന്താണ്? 0 ആണ്. അപ്പോൾ ഇതെന്താണ്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, നമ്മൾ ഇതിപ്പോൾ ഗ്രൂപ്പായി. ഓക്കെ, നമ്മുടെ ജി ഒരു ഗ്രൂപ്പായി. ഇനി അബീലിയൻ ഗ്രൂപ്പ് അവിടെ നോക്കണം. എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമുക്കറിയാം ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ A + B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B + A ആയിരിക്കും. ഹെൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടേതാ ഈ സെറ്റ്. ടെക്സ്റ്റിലുള്ള പ്രോബ്ലം കേട്ടോ അത്. നിങ്ങൾ എന്തായാലും എക്സാമിനോട് അടുത്തായിരിക്കും നിങ്ങളെ വീഡിയോ കാണുക. അതുകൊണ്ട് കംപ്ലീറ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഓരോ പ്രോബ്ലം വെച്ചിട്ട് എന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയം കിട്ടുള്ളൂ. ഹെൻസ് G + ഈസ് എ അബീലിയൻ ഗ്രൂപ്പ്. കൃത്യമായി മനസ്സിലായല്ലോ ഈ ചോദ്യം? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഫൈനൈറ്റ് ഗ്രൂപ്പ്, എന്താണ് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്.
ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ജി സെറ്റ് ബി ഫൈനൈറ്റ് ഗ്രൂപ്പ് ഇഫ് ദ സെറ്റ് ജി ഹാസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഒരു ഗ്രൂപ്പിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയുക, ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഇനി ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്താ? ഒരു ഗ്രൂപ്പിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈനൈറ്റ് ഗ്രൂപ്പ്, ഇപ്പം ഞാൻ സെറ്റ് 6 എഴുതി. സെറ്റ് 6ൽ ആരൊക്കെ ഉണ്ടാവും ഇവിടെ? നിങ്ങൾ പറ. 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും. 6 ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സിൻ്റെ സെറ്റ് അല്ലേ സെറ്റ് 6. ഇതിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3 4 5 6 6 എലമെൻ്റ് ഉണ്ട്. ഓക്കെ, കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഫൈനൈറ്റ് നമ്പറാണ്, ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ഇനി ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിജേഴ്സ് സെഡ് അണ്ടർ അഡിഷൻ. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതിനകത്ത് ഇഷ്ടം പോലെ എലമെൻറ്റ്സ് ഉണ്ട്. നമുക്കൊരു ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ പോവുക, ഇൻഫിനിറ്റി ആയിട്ട് പോവുക. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മളെന്ത് പറയുക, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്താണ് ഒരു ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുക? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ജി ഈസ് കോൾഡ് ഓർഡർ ഓഫ് ഗ്രൂപ്പ്, ഓർഡർ ഓഫ് ജി. അങ്ങനെയാണ് ഞാൻ ചോദിക്കുക, ഈ സെറ്റ് 6 എന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 6. കാരണം എന്താ? ഈ ഗ്രൂപ്പിനകത്ത് 1 2 3 4 5 6 എലമെൻറ്റ്സ് ആണുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് ജീനെ എങ്ങനെ ഡിനോട്ട് ചെയ്യടാ? ഒരു ജി എഴുതുന്നു, ഒരു വരപ്പുറത്തും ഒരു വരപ്പുറത്തും ഈസ് ഈക്വൽ ടു 6 എന്ന് പറയും. ഇനി വേറൊരു ഗ്രൂപ്പ് സെറ്റ് 4 എടുക്കട്ടെ. ഞാനിവിടെ എലമെൻറ്റ്സ് ആക്കിയപ്പോൾ 0 1 2 3. ഇതിൻ്റെ ഓർഡർ എന്താ? ഓർഡർ ഓഫ് നമുക്ക് ഇതിനിപ്പോൾ ഒരു പേര് കൊടുക്കും, ഒരു ബി എന്ന് കൊടുത്തു ഈ ഗ്രൂപ്പിന്. ഓർഡർ ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? 4 ആണ്. അപ്പം ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണാണെന്ത്? ഓർഡർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഇനി ടെക്സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ. ഷോ ദാറ്റ് ദി സെറ്റ് ഓഫ് Zn integers modulo n is an abelian group under addition of congruence classes. Make a addition table for set 6. The set of Zn of integers modulo n is a set of all equivalence classes modulo n. അതായത് Zn എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. 0 n വരും. n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ ക്ലാസ്, n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടുന്ന നമ്പേഴ്സിൻ്റെ ക്ലാസ്, എക്സെട്രാ എന്ത് വരും? n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n-1 വരെ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സെറ്റിനെയാണ് എന്ത് പറയുക, സെറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് 6 എഴുതിയില്ലടാ. സെറ്റ് 6-നകത്ത് ഏതൊക്കെ വരും? 0 6 1 6 2 6. അതുപോലെ ഇതാണ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? n-1 വരെയുള്ളത്. ഇത് എന്താണ് ചോദിച്ചത്? ഒരു അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണോ എന്ന് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ? അതെ, എങ്ങനെയാണ് പരിപാടിയെന്ന്? അഡീഷൻ ഓഫ് കോൺഗ്രുവൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ഓപ്പറേഷനാണ്. ഓക്കെ, നമുക്കറിയാലോ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ എ എന്നും ബി എന്നും നമ്മൾ എടുത്തു ആർബിട്രറി ആയിട്ട് നമ്മുടെ സെറ്റ് എടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? എ എൻ പ്ലസ് ബി എൻ എന്ന് ഈക്വൽ ടു ഇതെന്താണ്? എ പ്ലസ് ബി എൻ ആണല്ലോ കോൺഗ്രുവൻ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ്. ഇത് എയിൽ വരും, സെറ്റിലുള്ള ആൾ തന്നെയല്ലേ. എയും ബിയും രണ്ട് ഇൻറ്റീജേഴ്സാണ്. എ എൻ പ്ലസ് ബി എൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി എൻ എന്ന് പറയുന്ന ഇതിലുള്ള സെറ്റിലുള്ള ആൾ തന്നെയാണ്. അപ്പം എന്താണ്? ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണല്ലേ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? അസോസിയേറ്റീവ് ആണോ നോക്കണം. അസോസിയേറ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അസോസിയേറ്റീവ്. ഓക്കെ, അതിന് ഞാൻ ഒരു എ എൻ ബി എൻ സി എൻ എവിടെ നിന്ന് എടുത്തു? എലമെൻറ്റ് ഓഫ് സെഡ്. എ ബി സി ഇൻറ്റിജേഴ്സ് ആണേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റെഡി. അഡിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ് ഇവിടെ സെറ്റിനകത്ത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എൻ പ്ലസ് ബി എൻ പ്ലസ് സി എൻ ഈക്വൽ ടു
നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, an+bn+cn ഒന്നാക്കാം. അപ്പം b+c n എന്നാക്കാം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, a+ ഉള്ളിൽ വീണ്ടും ബ്രാക്കറ്റ് b+c n എന്നായിക്കൂടെ. അതിന് യാതൊരു പ്രശ്നമില്ലല്ലോ. ഇതിനെ നമുക്ക് ഈ ABC എന്ന് പറയുന്ന ഇൻറ്റീജേഴ്സ് അല്ലേ, ഇതാ ഈ കാണുന്നത് ഇൻറ്റീജേഴ്സ് അല്ലേ, ഈ ഇൻറ്റീജേഴ്സ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യൂലേ. അങ്ങനെയെങ്കിൽ a+b+c എന്ന് എഴുതിക്കൂടെ നമുക്കിതിനെ. ഓക്കെ, n മുകളിലോ. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, സെപ്പറേറ്റ് എഴുതിക്കൂടെ. നിങ്ങൾ നോക്കി എന്ത് രസമായിട്ടാണ് പ്രൂഫ് വരുന്നത്. a+bn+cn എന്ന് നമുക്ക് എഴുതിക്കൂടെ. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ, an+bn+cn എന്ന് നമുക്ക് എഴുതിക്കൂടെ. ഒരു കുഴപ്പമില്ലല്ലോ. നമ്മളെങ്ങനെയാണ് തുടങ്ങിയത്, an+bn+cn എന്നല്ലേ, അതെങ്ങനെയായി an+bn+cn ആയില്ലേ. അപ്പോൾ ഇവിടെ എന്തായി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്തു. ഹെൻസ് ദ അഡീഷൻ ഓഫ് ഇക്വാലൻസ് ക്ലാസസ് ഈസ് അസോസിയേറ്റീവ്. ഇനി നമുക്കൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കാണണം. മൂന്നാമത്തെ ഐഡൻറ്റിറ്റി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു an സെറ്റിലുള്ള ആളെടുത്തു. ഇതിനോട് anനോട് ഞാനൊരു 0n ആഡ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ഈക്വൽ ടു an തന്നെയല്ലേ, ഈസ് ഈക്വൽ ടു 0n+an ആണല്ലോ. ഓക്കെ, ആൻഡ് സോ ഓൺ. 0n എന്ന് പറയുന്നത് എവിടെ ഉള്ള ആൾ തന്നെയാണെടാ, സെറ്റിലുള്ള ആൾ തന്നെയാണ്. അതൊരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, anൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് 0n. അപ്പം ഐഡൻറ്റിറ്റി എലമെൻറ്റും ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻവേഴ്സ് ആണ്. അതിനകത്ത് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുവന്ന മഷിയിൽ എന്ത് ചെയ്യാം, ഇവിടെ പ്രൂഫ് ചെയ്യാം. ഇൻവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, അതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കണം നിങ്ങൾ. ഞാൻ ഫോർ എനി an എലമെൻ്റ് ഓഫ് zn ഞാനൊരു n-a എടുത്തു. ഈ zn-ലുള്ള ഒരാളാണ്. n-an എലമെൻ്റ് ഓഫ് zn. എന്നൊരു എന്നൊരു a കുറച്ചിട്ടുള്ളൊരു ഡീർ എടുത്തു, മോഡൽ ഓഫ് zn-ലുള്ള ആളെടുത്തു. എന്നിട്ട് ഞാൻ ഇവർ രണ്ടാളെയും കൂടി ആഡ് ചെയ്യാൻ പോവാം. an+n-an. ഇതെന്താ വരിക, നമ്മൾ ഒന്നിച്ചങ്ങ് കൂട്ടി. അപ്പം a+n-an ആയല്ലോ. ഈസ് ഈക്വൽ ടു, ഇത് +a ഉണ്ട് -a ഉണ്ട്, അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പം n എന്ന് വരും. n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n കിട്ടുകയാണെങ്കിൽ അവിടെ റിമൈൻഡർ 0 അല്ലേ. അതായത് ഇപ്പം 4 കൊണ്ട് ഞാൻ ഒരു സാധനത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് റിമൈൻഡർ 4 കിട്ടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി 4 അതിനകത്ത് പോലെ. അപ്പോൾ പിന്നെ എന്താ, റിമൈൻഡർ 0 ആയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് n എന്നുള്ളത് എന്ത് എഴുതാൻ പറ്റും, 0n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും എന്ത് പറയാൻ പറ്റും, ഈ anനോട് ഒരു n-an ആഡ് ചെയ്തപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 0n കിട്ടി. അങ്ങനെയാണെങ്കിൽ n-an അല്ലേ ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് a എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, നമുക്ക് ഇത് ക്ലോഷർ പ്രോപ്പർട്ടി കിട്ടി, അസോസിയേറ്റീവ് ആണ്, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്, ഇനി അഡിറ്റീവ് ഇൻവേഴ്സും കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അത് അബീലിയൻ ആണോ നോക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ an-ഉം bn-ഉം zn-ലുള്ള എടുത്തു. an+bn, നമ്മുടെ കോൺഗ്രുവൻ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാത്തൊരു ഫസ്റ്റ് വീഡിയോ പോയി കാണണം, എന്നാലും നിങ്ങൾക്ക് അത് റെഡിയാവും. an+bn നമ്മൾ എന്ത് ചെയ്തു, a+bn ആക്കി എഴുതി. ഈസ് ഈക്വൽ ടു എന്താ, നമുക്ക് b+an എന്ന് എഴുതുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. ഈസ് ഈക്വൽ ടു bn+an ആയി. അങ്ങനെ ആകുമ്പോൾ എന്താ, നമ്മുടെ ഈ ഇൻറ്റിജർ മോഡിലോ n, നമ്മുടെ ഈ ഗ്രൂപ്പ് എന്തായി, അബീലിയൻ ഗ്രൂപ്പായി. ഈ സംഭവം പ്രൂവ് ചെയ്തു. ഈ രണ്ടാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, മേക്ക് എ അഡീഷൻ ടേബിൾ ഫോർ Z6. Z6ൻ്റെ ഒരു അഡീഷൻ ടേബിൾ എഴുതാം. ഈ അഡീഷൻ ടേബിൾ ഉണ്ടാക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കുന്നു ഫസ്റ്റത്തെ വീഡിയോസിൽ നമ്മൾ പഠിച്ചതാണ്, ഫസ്റ്റ് മൊഡ്യൂളിൽ. അതറിയാത്തവർ പോയി കണ്ടുവാ. ഞാനിവിടെ ടേബിൾ എന്തായാലും ഉണ്ടാക്കാം. അഡീഷൻ ടേബിളാണ്. ഫസ്റ്റ് ഇതിൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 0, 6 ഉണ്ട്,
1 6 ഉണ്ട്, 2 6 ഉണ്ട്, 3 6 ഉണ്ട്, 4 6 5 6 6 6 ഉണ്ടാവുമോ? ഇല്ല, കാരണം എന്താ റിമൈൻഡർ വരുമ്പോൾ അത് തന്നെയാണ് 0 6ഉം. ഇവിടെ 0 6 1 6 2 6 3 6 4 6 5 6. ഇനി നമ്മൾ കൃത്യമായിട്ട് എഴുതാം. എന്നാൽ സ്റ്റാർട്ട് ചെയ്താലോ. 0 + 0 0 6 അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ നമ്പർ എഴുതാം, പക്ഷെ അടിയിൽ ഇങ്ങനെ കോൺഗ്രുവൻറ്റ് ക്ലാസ് 6 ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട്. 1 + 0 1 6 അല്ലേ, കംപ്ലീറ്റ് എഴുതാം. 2 + 1 2 6. ഓക്കെ, ഇത് 0 + 3 3 ആണ്, 4 5. ഇനി 1 + 0 1 2 3 4 5 5 + 1 6 6 6 എന്ന് പറഞ്ഞാൽ എന്താടാ 0 6 അല്ലേ? ഞാൻ അവിടെ 0 ഇട്ടു. ഇതിൻ്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ കോൺഗ്രുവൻറ്റ് 6 ഇടണം ഞങ്ങൾ. ഇനി 2 3 4 5 എത്ര 6 അല്ലേ? അപ്പോൾ 0 വന്നു. 2 + 5 6 7 അല്ലേ? അപ്പം 1 വന്നു. ഇനി 3 4 5 6 വന്നു, അപ്പോൾ 0 വന്നു. എത്ര 7 അല്ലേ? അപ്പോൾ എന്ത് വരും? 1 വരും. 8 അല്ലേ? 2 വരും. 4 5 6 വന്നു 0, 7 വന്നു 1, 8 വന്നു 2, 9 വന്നു 3, 5 6 0, 7 1, 8 2, 9 3, 10 4. കാരണം എന്താ 6 എത്ര ആഡ് ചെയ്താലും 10 കിട്ടുക? 4. റിമൈൻഡർ 4 അല്ലേ വരിക? അപ്പം നമ്മുടെ അഡീഷൻ ടേബിൾ ഓഫ് സെറ്റ് 6ഉം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം 17 മിനിറ്റ് ആയല്ലേ ഈ വീഡിയോ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്താ, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്താ, ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ്, പിന്നെ വരാൻ സാധ്യതയുള്ള അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി ജസ്റ്റ് ഒരു ഗ്രൂപ്പിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. ലെറ്റ് G സ്റ്റാർ ഇത് ആൾജിബ്രൈക് സ്ട്രക്ചർ ഒരു ഗ്രൂപ്പാണ്, ബി എ ഗ്രൂപ്പ്. ഞാൻ എഴുതുന്നില്ല, ഇനി പറയാം പ്രോപ്പർട്ടീസൊക്കെ. ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതെപ്പോഴും യുണീക്ക് ആയിരിക്കും. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈ എപ്പോഴും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. അടുത്തൊരു പ്രോപ്പർട്ടി, ഫോർ ഈച്ച് ഒരു എ ജിയിലുള്ള ഒരാളാണെങ്കിൽ ഈ എ ഇൻവേഴ്സ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ, അതും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി, ഗ്രൂപ്പിൽ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോയും റൈറ്റ് ക്യാൻസലേഷൻ ലോയും എന്താവും? ഹോൾഡ് ചെയ്യും. അതായത് ഒരു എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ സി ആണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു സി ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? അതായത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ സി എന്ന് ഞാൻ എഴുതി. ഈ രണ്ട് സൈഡിലും ഞാൻ എ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ ഇൻവേഴ്സ് സ്റ്റാർ മൾട്ടിപ്ലൈ അല്ല, സ്റ്റാർ ഓപ്പറേഷൻ. എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ സി. എ ഇൻവേഴ്സ് എ എന്താ? ഇ അല്ലേ? ഇ സ്റ്റാർ ബി ഈക്വൽ ടു ഇതും ഇ ആയി, ഇ സ്റ്റാർ സി. ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റാർ ഓപ്പറേറ്റ് ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടൂലേ? അപ്പം ഇ സ്റ്റാർ ബി എന്താ? ബി ആണ്. ഇ സ്റ്റാർ സി എന്താണ്? സി ആണ്. ബി ഈസ് ഈക്വൽ ടു സി. ഇതെന്താണ് സംഭവം? ലെഫ്റ്റ് സൈഡിലുള്ള ആളല്ലേ ക്യാൻസലായി പോയത്? എയും അല്ലേ ക്യാൻസലായി പോയത്? അപ്പോൾ അതിനെ നമ്മൾ പറയും ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ എന്ന് പറയും. ഇനി റൈറ്റ് ക്യാൻസലേഷൻ ലോ എന്താ? ഒരു എ സ്റ്റാർ ബി ഈക്വൽ ടു സി സ്റ്റാർ ബി ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു സി. റൈറ്റ് സൈഡിലെ രണ്ടാളും ക്യാൻസലായി പോയി. അതാണ് റൈറ്റ് ക്യാൻസലേഷൻ ലോ. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇനി വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഫോർ എനി എ ബി ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെടുത്താൽ എ സ്റ്റാർ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് ആയിരിക്കും. ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചോ. പ്രൂഫ് ഇല്ലെങ്കിലും പല പ്രോബ്ലംസ് ചെയ്യാൻ ഈ സാധനങ്ങളൊക്കെ വരും. അതായത് എ സ്റ്റാർ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു
ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ്. ഇനിയിപ്പോൾ പ്രൂഫ് ചോദിച്ചാൽ നിങ്ങൾ എഴുതാണ്ടിരിക്കണ്ട, ഈ ക്ലാസ് കണ്ടിട്ട് പ്രൂഫ് എഴുതാണ്ടിരിക്കണ്ട, ഞാനിങ്ങനെ പ്രൂഫും ചെയ്തുതരാം. പ്രൂഫ് അതായത് എ സ്റ്റാർ ബി. ഓക്കെ, ഇതിനെ ഞാൻ എന്തുകൊണ്ട് സ്റ്റാർ എടുക്കുന്നു? ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സിന്. ഓക്കെ, എ സ്റ്റാർ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് ആണ്. ഇതിനെ ഞാൻ എങ്ങനെ എഴുതി? എ സ്റ്റാർ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ്. ഇതെന്താണ്? ഇ അല്ലേ? അപ്പം എ സ്റ്റാർ ഇ സ്റ്റാർ എ ഇൻവേഴ്സ് എന്നായി. ഓക്കെ, അപ്പം ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇ അല്ലേ? ഓക്കെ, അപ്പം എങ്ങനെ കിട്ടി? എ സ്റ്റാർ ബി സ്റ്റാർ ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് എന്നത് ഇ ആണെങ്കിൽ ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് എന്താണ്? എന്ത് പറയാം? ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ഹോൾ ഇൻവേഴ്സ് അല്ലേ? ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതല്ലേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്? എ സ്റ്റാർ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ്. ഇനി അഞ്ചാമത്തെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഗ്രൂപ്പിൻ്റെ, ഇതൊക്കെ ടെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ, എന്താണെന്ന് മനസ്സിലാക്കി തരിക മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ കൃത്യമായി നോട്ട് എഴുതി നിങ്ങൾ പരീക്ഷ ആകുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മളാകെ 2 പേജേ കഴിയുള്ളൂ. ഓക്കെ, അഞ്ചാമത്തതില്ല. അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ്, ക്യാൻസലേഷൻ ലോ, യൂണീക്ക്നെസ് പ്രോപ്പർട്ടി, ഗ്രൂപ്പിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ പറയുക, സബ് ഗ്രൂപ്പുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷെയർ ചെയ്താൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന ഒരു നമ്മുടെ കൺസെപ്റ്റ് അവിടെ റെഡി ആവില്ല. ഇനി സബ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്, സൈക്ലിക് സബ് ഗ്രൂപ്പ്, ട്രിവ്യൽ, നോൺ ട്രിവ്യൽ, കുറേ പരിപാടികൾ വരാൻ പോകുന്നുണ്ട്. അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിടുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഏത് സെമസ്റ്ററിൻ്റെ ക്ലാസ്സാണ്, ഇപ്പോൾ പേപ്പർ പോയവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് കമൻറ്റ് ചെയ്യാൻ പറയാം. നമുക്ക് ആ സെമസ്റ്ററിൻ്റെ ക്ലാസ്സും ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ കേട്ടോ. ബൈ.